മൃത്യുഞ്ജയായ നമഃ വിഘ്നേശായ നമഃ മേഘധനുഷ്ഠായ നമഃ മീരായ നമഃ ഗജവക്ത്രായ നമഃ ലംബോദരായ നമഃ മരദായ നമഃ ഭക്തപ്രിയായ നമഃ തീവ്രായ നമഃ ജ്വാലിന്യേ നമഃ നന്ദായ നമഃ ഭഗവതായ നമഃ സത്യായ നമഃ. രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ചെയ്യുന്ന പൂജ അത് രാവിലത്തെ സന്ധ്യ, അത് ഗണപതി ഹോമം. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചെയ്യുന്ന പൂജ ഭഗവതിക്ക്, അത് ഭഗവതി. അതിൽ നമ്മൾ ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗണപതി ഹോമമാണ്. നമ്മുടെ ഗണപതിയുടെ പ്രതിഷ്ഠ ഉള്ളതും ഹോമത്തിന്റെ സമ്പ്രദായങ്ങൾ വ്യത്യാസമുണ്ട്. ഹോമത്തിൽ നമുക്ക് തീയിലാണ് പ്രതിഷ്ഠകളൊക്കെ വരുന്നതിന് മുമ്പ്, വിഗ്രഹാരാധനകളും അമ്പലങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു പൂജാ സമ്പ്രദായമാണ് ഹോമം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഹോമങ്ങളിലും പ്രധാനം തീയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീയാണ്. അഗ്നിയെ പറയുന്നത് തന്നെ മുഖം സർവ്വദേവാന, എല്ലാ ദേവീദേവന്മാരുടെയും മുഖം അഗ്നിയാകുന്നു. അതുകൊണ്ട് അഗ്നിയിൽ എല്ലാ ഈശ്വരന്മാരുടെ സാന്നിധ്യമുണ്ട്. നമ്മളിവിടെ ഇത്രയും വിളക്ക് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഈ വിളക്കിലൊക്കെ എണ്ണ ഒഴിക്കാണ്ട് തിരിയൊന്നുമില്ലാണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പ്രാർത്ഥിക്കും? ആരും പ്രാർത്ഥിക്കും. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്, ആ വീട്ടിൽ ഷോക്കേസിനുള്ളൊരു വിളക്ക് ഇങ്ങനെ തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി തൊഴും? ആരും തൊഴില്ല. നമ്മൾ ഗുരുവായൂരക്ക് മുമ്പ് രണ്ട് സൈഡിൽ കടയിലൊക്കെ ഇഷ്ടംപോലെ വിളക്ക് വെക്കാൻ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വിളക്ക് നോക്കി തൊഴാൻ? ആരും തൊഴില്ല. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണ്, ആ വീടിൻ്റെ മുമ്പിൽ ഒരു വിളക്കിങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിലോ ഇന്നിങ്ങനെ ആക്കും. ചെരുപ്പം നയിച്ച് എല്ലാവരും ഇങ്ങനെ ചെയ്യും. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നും വിളക്കിനല്ല, അത് അഗ്നിക്കാണ് അവിടെ പ്രാർത്ഥന. അഗ്നി എപ്പോൾ ഉണ്ടോ അപ്പോഴേ അവിടെ വിളക്കിന് പ്രാർത്ഥന. അഗ്നിയിലെല്ലാ ഈശ്വര സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും അഗ്നിസാക്ഷിയായിട്ട് ചെയ്യണം. അഗ്നിസാക്ഷിയല്ല, മരിച്ചാലും കൂടി ആദ്യം എന്ത് ചെയ്യാം? ദുഃഖമുള്ള കാര്യമാണെങ്കിൽ ഒരു നടക്കാതെ കൊടുത്തിരിക്കും. മറ്റേ ബാക്കി കാര്യം നാളികേരോടച്ച് തിരികെത്തിച്ചു. അപ്പോൾ തീയിന് നമുക്ക് വളരെ പ്രാധാന്യം. നമ്മുടെ ജീവിതം നമ്മൾ രാവിലെ നീച്ചാൽ കൂലിയൊക്കെ കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക വിളക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അടുക്കളയിൽ കയറി അടുപ്പോ അല്ലെങ്കിൽ ഗ്യാസോ ഇൻഡക്ഷൻ കുക്കറോ എന്തായിക്കോട്ടെ, തീയാണ് നമ്മുടെ പ്രധാനം. അപ്പോൾ തീയില്ലാതെ ഒരു കാര്യം നമുക്കില്ല. നമ്മൾ ഹിസ്റ്ററി പഠിച്ചതാണല്ലോ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് തീ കണ്ടുപിടിച്ചതോടുകൂടി. അപ്പോൾ ആ കാലം മുതൽ മനുഷ്യൻ തീയിനെ ആരാധിക്കാൻ തുടങ്ങി. വേദാണെന്നും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുസ്തകം. വേദം ആരംഭിക്കുന്ന ആദ്യത്തെ വാക്കിൻ്റെ അഗ്നി എന്നാണ്. അഗ്നിമീളയ പുരോഹിതം വേദത്തിൻ്റെ ആദ്യത്തെ വാക്കാണ്, ആദ്യത്തെ വരിയൻ. അപ്പോൾ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് വേദം ആരംഭിക്കുന്നത്. വേദത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ഉള്ളത് മുസ്ലിംക്കാണ്. ഇപ്പോൾ നമ്മൾ രാമായണത്തിൻ്റെ കാലമല്ലേ, നമ്മൾ രാമായണം വായിച്ചാൽ ശ്രീരാമൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി കാണാൻ പറ്റുമോ? ഒന്നും കാണില്ല. ശ്രീരാമൻ പറയാൻ അമ്പലത്തിൽ പോയിട്ടില്ല. അത് അമ്പലങ്ങളെ ഇല്ല, പിന്നെ അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ് രാമേശ്വരം. പക്ഷെ അമ്പലമൊന്നുമില്ല, ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അത്ര അമ്പലമൊന്നും ഒന്നും ആയിട്ടില്ല, അമ്പലമൊക്കെ പിന്നെ വന്നതാണ്. അപ്പോൾ ആ ശ്രീരാമന്റെ ആ രാമായണം വായിച്ചാൽ യാഗങ്ങൾ നടത്തിയിട്ടുള്ള കഥകൾ ധാരാളം കാണാം. ഒരുപാട് യാഗങ്ങളുടെ കഥകളായിട്ട്. യാഗം എന്ന് പറഞ്ഞാൽ കുറേ ഹോമങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അത് യാഗമായിട്ട്. അപ്പോൾ അപ്പം അത്രയും കാലം പിന്നെ മനുഷ്യന് തീയിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ് പിന്നെയാണ് വിഗ്രഹങ്ങളും അമ്പലങ്ങളൊക്കെ പിന്നെ വന്നതാണ്. ഈ ശ്രീരാമന്റെ കാലത്തൊന്നും അമ്പലങ്ങളില്ല, അന്നൊക്കെ വെറും ഹോമങ്ങളും യാഗങ്ങളും മാത്രം. അപ്പോൾ അത്രയും കാലം പഴക്കമുള്ളൊരു ഈശ്വര ആരാധനാ സമ്പ്രദായമാണ് തീയിനെ ആരാധിക്കുക. അപ്പോൾ ആ തീയിൽ നമുക്ക് ആരെ വേണമെങ്കിലും പൂജിച്ച് ആരെ വേണമെങ്കിലും പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ ഈ തീയിൽ ഗണപതിയെ പൂജിച്ചു. അപ്പോൾ ആ തീയിൽ ഗണപതിയുടെ സാന്നിധ്യമാണുള്ളത്. ആ തീയിനെ ഗണപതിയുടെ വായിയായിട്ട് സങ്കല്പിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കൊട്ടത്തേങ്ങ, ശർക്കര, വലിയ മധുര, പഴം ഒക്കെ അദ്ദേഹത്തിനായിട്ട് കൊടുത്ത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുകയാണ് നമ്മൾ ഗണപതി. സാധാരണ ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്ക് ഗണപതി ഹോമം ചെയ്യാം, അതിവിപുലമായ രീതിയിൽ ചെയ്യാം. വളരെ ലളിതമായിട്ടൊരു നാളികേരപ്പൂൺ ഒരു ചെറിയ ശർക്കരയും കൂട്ടിയിട്ട് തീ കത്തിച്ചതിലേക്ക് ഗണപതിയെ വിചാരിച്ചിട്ട് അതിന് ഗണപതി ഹോമം. ഇതേപോലെ 108 നാളികേരപ്പൂണ്ട്, ഇതേപോലെ അഷ്ടദ്രവ്യം കൊട്ടത്തേങ്ങ, ശർക്കര, അവല്, മലരെ, കടലിപ്പഴം, ഗണപതി നാരങ്ങ, കരിമ്പ്, എള്ള്, 8 സാധനങ്ങൾ ചെയ്യുമ്പോൾ അതിന് അഷ്ടദ്രവ്യം എന്ന് പറയും. 8 സാധനങ്ങൾ ചേർത്തിട്ട് ശർക്കരയ്ക്ക് ഒരുക്കി ഗംഭീരമായിട്ട് പ്രസാദമാക്കിയിട്ട് അതും അങ്ങനെ ചെയ്യുമ്പോൾ അതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. സാധാരണ ഗണപതി ഹോമത്തിനേക്കാൾ വിശേഷമായിട്ട് ഗണപതിയെ പൂജിച്ച് സാധാരണ ഹോമിക്കണേക്കാൾ വളരെ കൂടുതലായിട്ട് എല്ലാവരും പേരും നാളെ ചേർത്ത് പ്രത്യേകമായിട്ട് ഹോമിക്കണേനാണ് നമ്മൾ മഹാഗണപതി ഹോമത്തിലൂടെ ആധാരം നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഹോമകുണ്ടത്തിൽ ഗണപതിയെ പൂജിച്ച് ഗണപതിക്ക് വേണ്ടത് കൊടുത്ത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചിട്ട് ഇനി ഹോമം മാത്രമല്ല, ഗണപതി ഹോമം ചെയ്ത ഹോമകുണ്ടത്തിൽ എല്ലാ ദേവീദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം, പതി എന്ന് പറഞ്ഞാൽ തലവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരുടെയും തലവനാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ആദ്യം ഗണപതിയെ പൂജിക്കുന്നത്. ഗണപതി എല്ലാവരുടെയും തലവനാണ്. ഗണപതിയുടെ സാന്നിധ്യമുള്ളിടത്ത് എല്ലാ ഈശ്വരന്മാരും വന്നു കൂടുന്നതാണ്. അതുകൊണ്ട് നമ്മളിത് ഗണപതി ഹോമം എന്ന് പറയുകയാണെങ്കിലും ഗണപതിയെ മെയിനായിട്ട് എല്ലാവരെയും പൂജിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ ഗണപതി ഹോമം. സാധാരണ നമ്മളിപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉള്ളിൽ പോയിട്ട് പുഷ്പാഞ്ജലി ചെയ്യാൻ പറ്റില്ല. ഗണപതിയുടെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റില്ല. ഗണപതിയുടെ അവിടെ പോയിട്ട് ശിവന്റെ സഹസ്രനാമം പറ്റില്ല. ഇത് ഒരാളെ പൂജിക്കുമ്പോൾ ആ ആളുടെ മന്ത്രം മാത്രമേ ജപിക്കാൻ പാടുള്ളൂ. പക്ഷെ ഗണപതി ഹോമത്തിന് അങ്ങനെയല്ല, എന്ത് മന്ത്രം കൊണ്ടും എന്ത് സാധനവും
ഒന്നാമത് കറുക ഹോമിച്ചിട്ടുണ്ട്. കറുക ഹോമിച്ചത് ഗണപതിക്കല്ല, അത് ശിവനെ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിയിട്ട് ദീർഘായുസുണ്ടാവാനാണ് കറുക ഹോമിച്ചത്. അതുപോലെ മുക്കുറ്റി ഹോമിച്ചിട്ടുണ്ട്. അത് ഗണപതിക്കല്ല, അത് പാർവതിക്കാണ്. എല്ലാവർക്കും നമ്മളോട് ഒരു ആകർഷണം ഉണ്ടാവുക. ഇവിടെ കൂടെ തെറ്റി നിന്ന് ആകർഷണമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ തെച്ചിപ്പൂ അതിൻ്റെ ഉള്ളിൽ തന്നായിരിക്കണം ഹോമിക്കും. അത് ഭഗവതിക്കാണ്. എല്ലാവരും തമ്മിൽ ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് ഹോമിക്കുന്നത്. അതുപോലെ നെല്ല് ഹോമിച്ചിട്ടുണ്ട്. അത് മഹാലക്ഷ്മിക്കായിട്ടാണ്. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാനാണ് അത് ഹോമിക്കുന്നത്. നവധാന്യങ്ങൾ ഹോമിച്ചിട്ടുണ്ട്. അത് നവഗ്രഹങ്ങളുടെ മന്ത്രങ്ങൾ ചൊല്ലി നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പഞ്ചസാര ഹോമിച്ചിട്ടുണ്ട്. അത് കൃഷ്ണനാണ്, അത് ഗണപതിക്കല്ല. അതുപോലെ നമ്മൾ ഉപയോഗിച്ച ഈ നാളികേരത്തിൻ്റെ ചിരട്ട ഹോമിക്കണമെന്ന്. ഒരു തേങ്ങയ്ക്ക് 2 ചിരട്ട ഉണ്ടാവില്ലോ. ഒരു ചിരട്ട ഇന്ധനം, ഒരു ചിരട്ട വരുണനാണ്. ഒരു ചിരട്ട ഹോമിക്കുന്നതിൻ്റെ ഉദ്ദേശം ശത്രുദോഷങ്ങളില്ലാതിരിക്കാൻ ഇന്ധനായിട്ട്. അടുത്ത ചിരട്ട ഹോമിക്കുന്നത് വരുണൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഈശ്വരനാണ്. അദ്ദേഹമാണ് കടണ്ടാക്കുന്ന ആളെന്നാണ് നമ്മുടെ സംഘം. കടങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ചിരട്ട ഹോമം. അപ്പോൾ ഗണപതി ഹോമം എന്ന് പറയുകയാണെങ്കിൽ ഗണപതിയെ മെയിനാക്കിയിട്ട് എല്ലാ ഈശ്വരന്മാരെയും പൂജിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഗണപതി ഹോമം. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മിനിമം ഗണപതി ഹോമം ചെയ്യാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കിട്ടില്ല. ഒരു സ്ഥലത്ത് പോയാൽ എല്ലാ സാധനവും ഒന്നിച്ച് കിട്ടും. അതേപോലെ ഒരു ഗണപതി ഹോമം ചെയ്താൽ എല്ലാ ഈശ്വരന്മാരെയും പൂജിച്ച ഫലം നമുക്ക് കിട്ടും. അപ്പോൾ ആ ഗണപതി ഹോമമാണ്, മഹാഗണപതി ഹോമമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. അപ്പോൾ എല്ലാവരും നമ്മളിവിടെ പൂജിച്ചിട്ടുള്ള ആ ഹോമകുണ്ടത്തിലെ അഗ്നിയിൽ സാന്നിധ്യമുള്ള ഗണപതി ഭഗവാനെ എല്ലാ വിധത്തിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഓം